ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. എല്ലാവർക്കും ആർക്കിനെക്സിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ NMMS എക്സാമിൽ ഫിസിക്സിൽ ചോദിക്കുന്ന കുറച്ച് PYQs അല്ലെ, നമ്മൾ കുറച്ച് PYQs എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫ് അല്ല എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പം അല്ലാണ്ട് ഒരു മീഡിയം റേഞ്ച് എല്ലാവർക്കും ഇങ്ങനെ പോകുന്ന ഒരു സബ്ജക്ട് ആയിരിക്കും ഫിസിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫിസിക്സിൽ നമ്മുടെ PYQs എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള NMS എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവിടെ നോക്കിയാൽ നിങ്ങൾ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഷൻ ഫ്രിക്ഷൻ ഇസ് നെഗ്ലിജിബിൾ. എന്താ ഈ നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ കുറച്ചുള്ളത് അല്ലെ, അത്രയും കുറച്ചുള്ളത് ഇല്ല തന്നെ പറയാം. ഓക്കെ, അപ്പൊ നെഗ്ലിജിബിൾ അല്ലെ, ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷൻ ഉള്ളത്. എന്താ ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നിങ്ങൾക്ക് എല്ലാവരും അറിയണ്ടാവും അല്ലെ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രിക്ഷൻ? ഓക്കെ, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാ, ഒരു ഒപ്പോസിങ് ഫോഴ്സ് അല്ലെ, നമ്മുടെ മോഷൻ ഒപ്പോസ് ചെയ്യുന്ന അല്ലെ, ഒപ്പോസിങ് ഫോഴ്സ് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഒപ്പോസിങ് ഫോഴ്സ് ആണ്, ഒപ്പോസിങ് ഫോഴ്സ് ആണ്. നമ്മൾ എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് ആ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫോഴ്സ് ആണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രിക്ഷൻ നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഉദാഹരണം, നമ്മളൊരു ഫ്ലോറിലൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തറയിലൂടെ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ബെഞ്ചോ ഡെസ്കോ ഒക്കെ വലിച്ചുകൊണ്ട് പോവുകയാണ് അല്ലെ. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വലിക്കാൻ പറ്റൂല. കാരണം ആ ഒരു ഫ്ലോർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വലിക്കുന്ന ആ മോഷന് ഒപ്പോസ് ചെയ്തുകൊണ്ട് എതിർ ദിശയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. ഈവൻ എയർ പോലും, ഞാൻ എന്റെ കൈ ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഇവിടെ എയർ എന്ത് ചെയ്യും, എന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാത്ത തരുന്ന എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഫ്രിക്ഷൻ ആണ് അല്ലെ. അപ്പൊ താഴെ 4 കേസുകളെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ 4 ഓപ്ഷൻസിൽ ഏതിലാണ് നെഗ്ലിജിബിൾ ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ അല്ലെ, ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷൻ കാണിക്കുന്നത് അല്ലെ. ആദ്യത്തെ നോക്കാം, ഫ്ലൈറ്റ് ഓഫ് എയ്റോപ്ലെയിൻസ് അല്ലെ. അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ എന്ത് ചെയ്യാണ്, പറക്കുകയാണ്. അപ്പൊ എയ്റോപ്ലെയിൻ പറക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എയറിലൂടെയാണ് പറക്കുന്നത് അല്ലെ. അപ്പൊ എയറിലൂടെ പറക്കുന്ന സമയത്ത് എന്തായാലും എന്ത് ചെയ്യും, ഈ എയർ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. എയറിന്റെ ഫ്രിക്ഷൻ ഉണ്ടാവും, ആ ചില്ലറ ഫ്രിക്ഷൻ അല്ല. ഓക്കെ, ബോട്ട് റൈഡ് അല്ലെ. ബോട്ട് എന്താണ്, വെള്ളത്തോട് ഇങ്ങനെ അങ്ങനെ പോകുന്നത് കാണുന്നുണ്ടാവും അല്ലെ. അപ്പോൾ സംഭവിക്കുന്ന നമ്മുടെ വെള്ളം അല്ലെ, ആ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മോഷൻ അല്ലെങ്കിൽ ബോട്ടിന്റെ മോഷൻ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, എതിർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയും എന്തുണ്ട്, ഫ്രിക്ഷൻ ഇല്ലേ. ട്രെയിൻ ജേർണിയിലും എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു മറ്റൊരു ഫ്ലോറിന്റെ അകത്ത് കൂടെ എന്ത് ചെയ്യാൻ, ടയർ ഇങ്ങനെ കറങ്ങി പോവല്ലേ അല്ലെ, മെറ്റാലിക് ടയർ എന്തെങ്കിലും കറങ്ങി പോവാണ്. അപ്പൊ അവിടെയും ഫ്രിക്ഷൻ ആക്ട് ചെയ്യാം. അതിന്റെ അടുത്ത് നോക്കിയേ, മോഷൻ ഓഫ് ദ മൂൺ അല്ലെ. ഈ മോഷൻ ഓഫ് ദ മൂൺ, ഈ മൂൺ എവിടെയാ നിൽക്കുന്നത്, സ്പേസിലാണ് അല്ലെ. മൂൺ എവിടെയാ നിൽക്കുന്നത്, സ്പേസിലാണ് അല്ലെ, സ്പേസിലാണുള്ളത് അല്ലെ. ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും അല്ലെ, സ്പേസിൽ ആരെങ്കിലും ഉണ്ടോ, ഇല്ല, മാറ്ററുകൾ ഇല്ല അല്ലെ. മാറ്റർ ഇല്ല, നമുക്ക് എന്ത് വിളിക്കാം, വാക്വം കണ്ടീഷൻ ആണെന്ന് പറയാം അല്ലെ. എന്താണ് വാക്വം കണ്ടീഷൻ ആണെന്ന് പറയാം. അവിടെ വാക്വം ആണ്, നോ എയർ അല്ലെ. അവിടെ എന്തില്ല, എയർ ഇല്ല അല്ലെ, നോ എയർ ആണ്. അപ്പൊ അവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ എന്തില്ല, അവിടെ ആ എയർ എന്ന് പറഞ്ഞ മാറ്റർ അവിടെ ഇല്ല. അപ്പൊ അവിടെ ഫ്രിക്ഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ അവിടെ ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷനെ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ആക്ട് ചെയ്യുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷൻ ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. നെഗ്ലിജിബിൾ ആണ്, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, അതും മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം. ഓക്കെ, അതൊന്നും വേണ്ട, അവിടെ എന്തില്ല, വാക്വം ആണ് കണ്ടീഷൻ, എയർ ഇല്ല, സോ ഫ്രിക്ഷൻ ഇല്ല. എളുപ്പമല്ലേ. സോ നമുക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാം. ഏതാണ് നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ വരിക, മോഷൻ ഓഫ് ദി മൂൺ ആണ് കേട്ടോ, മോഷൻ ഓഫ് ദി മൂൺ. റെഡി ആണല്ലോ, ആ പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആണല്ലോ, റെഡി ആണ്. അടുത്ത നമ്മൾ പോവാണ്, വാട്ട് ഹെൽപ്സ് ഫാസ്റ്റർ കുക്കിംഗ് ഇൻ എ പ്രഷർ കുക്കർ. ഫാസ്റ്റർ കുക്കിംഗ് അല്ലെ, കുക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച ചിക്കൻ ആയിക്കോട്ടെ അല്ലെ, കുറച്ച് ചിക്കൻ നമ്മൾ എന്ത് ചെയ്യും, പുഴുങ്ങാൻ ഇട്ടു. ഓക്കെ, അപ്പൊ ചിക്കൻ എന്ത് കിട്ടണം, നമുക്ക് അവിടെ ഉള്ളിൽ എന്ത് വേണം അല്ലെ, പ്രഷർ കുക്കറിനകത്ത് ഇടാനുള്ള കാരണം എന്താ, അവിടെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് എന്താണ്, പെട്ടെന്ന് ആൾ എന്ത് ചെയ്യാൻ നമുക്ക് ആ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ധൈര്യമായിട്ട് പറയാം, എന്താണ് ഇവിടെ ലെസ് പ്രഷർ ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ. അത് അവിടെ തന്നെ പറയാം, എന്താണ് ടെമ്പറേച്ചർ കൂടിയാലല്ലേ പെട്ടെന്ന് കുക്ക് ആവുള്ളൂടാ അല്ലെ. സോ നമുക്ക് തീർച്ചയായിട്ടും പറയാം, എന്താണ് അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. റെഡി ആണല്ലോ, സെറ്റ് അല്ലേ. യെസ്. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അടുത്തതിൽ നമ്മൾ പോവാണ്, ഹൗ മെനി പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഓഫ് തിക്നെസ് 30 മൈക്രോമീറ്റർ അല്ലെ, തിക്നെസ്. അപ്പോ ഹൗ മെനി പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെ, ഈ ഓരോ പ്ലാസ്റ്റിക് ഷീറ്റിന്റെയും തിക്നെസ് നമുക്ക് എത്രയാണെന്നുണ്ട്, 30 മൈക്രോമീറ്റർ. ഈ മൈക്രോയെ നമ്മൾ ഇങ്ങനെ ആട്ടോ മക്കളെ റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചോളൂ, മൈക്രോമീറ്റർ. പക്ഷെ നമ്മളുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് SI യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താണ്, മീറ്റർ അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മൈക്രോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് നമുക്ക് ആദ്യം എന്താ പറയണം, ഈ മൈക്രോ എന്ന് പറഞ്ഞതിന്റെ എക്സ്പാൻഷൻ എന്താണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. നിങ്ങൾ പഠിച്ചു നോക്കാം, 10⁻⁻6 എന്താണ്, -6 ആണ്. 10⁻⁻6. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറോ, ഈ 10⁻⁻6 പകരം എന്താ പറയാ, 1/10⁻⁶ എന്ന് വെച്ചാൽ 10ഉം അല്ലെങ്കിൽ 1ഉം 6 പൂജ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ.
എന്താണോ അല്ലെ എത്ര മൈക്രോമീറ്റർ ആണോ അതിന് മീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1ഉം 6 പൂജ്യവുമായിട്ടുള്ള ഒരു സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മളുടെ എന്ത് മൈക്രോ എന്ന് പറഞ്ഞാൽ. ഈ 6 പൂജ്യം ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആ 6 നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റേസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇത് കാണിക്കുന്നത് പകരം അല്ലെ ഇത് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ഈ 10⁶ എന്ന് എടുത്താൽ മതി. നമുക്ക് ഈ 0 എഴുതി പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 0ന്റെ എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഈ 10ന്റെ പവറിലേക്ക് അങ്ങോട്ട് കയറ്റി വെക്കും. അതാണ്, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? 10⁶ എന്ന് എന്താണ്? 1ഉം 6 പൂജ്യം. 10⁹ എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം 9 പൂജ്യം. 10⁻12 എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം 12 പൂജ്യം ഉണ്ടാവും. റെഡി ആണല്ലോ? അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. അല്ലെ, ബൈ 10⁻6 ചെയ്താൽ മതി. അല്ലെ, നിങ്ങൾക്ക് ഏത് ആൻസർ എടുക്കാം. നിങ്ങൾക്ക് ആ സാധനം കത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, ഒന്ന് ഇവിടെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്, ബോക്സിൽ ഓടണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ 13 മൈക്രോമീറ്റർ. അപ്പൊ 13 മൈക്രോമീറ്ററിനെ മീറ്ററിൽ ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം? T equal to അല്ലെ, T equal to അതിന്റെ തിക്നെസ് T equal to 30 by എന്ത് ചെയ്യണം നമ്മള്? എത്ര പൂജ്യമാണ്? 6 പൂജ്യം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെ. അതിൽ ഒരു പൂജ്യം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3 by എന്തുണ്ട് അവിടെ? 1ഉം 5 പൂജ്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, 3 divided by 5 പൂജ്യം അല്ലെ. അപ്പൊ 10⁻5 എന്ന് മാർക്ക് ചെയ്യാം വെറുതെ. 10⁻6 എന്ന് കൊടുത്താൽ ഏറ്റവും സിമ്പിൾ ആണ്. അത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, കിട്ടിയല്ലോ. ഇനി എന്താണ് നമ്മൾ ചോദിച്ചത്? ആർ ടു ബി സ്റ്റാക്ക്ഡ് ടു ഗെറ്റ് എ ഹൈറ്റ് ഓഫ് 3 സെന്റിമീറ്റർ. ഇങ്ങനെ ഓരോ പ്ലാസ്റ്റിക് ഷീറ്റും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് മുകളിൽ വെച്ച് മൊത്തത്തിൽ 3 സെന്റിമീറ്റർ കിട്ടാൻ നമ്മൾ എത്ര ഷീറ്റുകൾ വെക്കണം എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഷീറ്റ് കിട്ടണമെങ്കിൽ എത്ര സെന്റിമീറ്റർ ആവേണ്ടത്? 3 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 3 സെന്റിമീറ്റർ. ഈ സെന്റിമീറ്റർ എങ്ങനെയാ മീറ്റർ ആക്കുക അല്ലെ? ഈ 3 സെന്റിമീറ്റർ നമ്മൾ എങ്ങനെ മീറ്റർ ആക്കും? ബൈ 100 അല്ലേ. സോ 3/100 എത്രയാ? 3/100 എന്ന് പറഞ്ഞ എത്രയാണ്? നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. 3/2 പൂജ്യം അല്ലേ, 10⁻². വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ 3/100 അല്ലെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാണ്. നമ്മുടെ കിട്ടേണ്ട നമ്പർ അല്ലേ, നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 സെന്റിമീറ്റർ 3/100 ആക്കി ഡിവൈഡഡ് ബൈ ഓരോന്നിനും എത്രയാണുള്ളത്? 3/10⁻5 അല്ലെ, 3/10⁻5. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമ്പർ അവിടെ കിട്ടും. സോ 3/10⁻5. റെഡി ആണല്ലോ. ആൻഡ് ഈ ഡിവിഷൻ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? താഴെയുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് അല്ലെങ്കിൽ വ്യുൽക്രമം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഇതാം 3/100 into 10⁻5/3 എന്ന് ഇതാം. ഇവിടെ നമുക്ക് ഇതാ 3 ക്യാൻസൽ ആയി. ഇവിടെ 2 0 അല്ലേ. ഈ 5 പൂജ്യത്തിൽ 2 പൂജ്യം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n equal to 10⁻3. 10⁻3 എന്ന് പറഞ്ഞാൽ ആരാണ്? 1ഉം 3 പൂജ്യം ഉണ്ട്. അപ്പൊ 1000 ആയിരിക്കും നമ്മളുടെ എന്ത് വരിക? ആൻസർ വരിക. ഇപ്പൊ ഇക്കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. അപ്പൊ 1000 നമ്മളുടെ എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ അവിടെ 1000 മാർക്ക് ചെയ്യുന്നു. റെഡി? അപ്പൊ 1000 കിട്ടിയല്ലോ. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇക്കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നേരെ നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഓൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ എയർ ആണ് അല്ലെ. പ്രഷർ exerted by the air on the sea level. അപ്പൊ നമ്മളുടെ സീ ലെവലിന്റെ മുകളിലേക്ക് അല്ലെ, നമ്മളുടെ സീ ലെവലിന്റെ മുകളിലേക്ക് ആര് എക്സേർട്ട് ചെയ്യുന്നതാണ്? നമ്മളുടെ ചുറ്റുപാടുള്ള എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ എന്ത് വിളിക്കുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുക. ഈ എയർ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ. എന്താ ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് അല്ലെ, ലിക്വിഡും ഗ്യാസസും അല്ലെ, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. ഈ 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാം. എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ അല്ലെ, എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ അല്ലെ. ഒഴുകുന്നത് ആരെയോ അവരൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. അത് ലിക്വിഡും ഗ്യാസുകൾക്കും മാത്രമേ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ, അതാണ് എന്ത്? ഫ്ലൂയിഡിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡാണ്.
ഈ ഫ്ലൂയിഡിന്റെ അകത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ ഭാഗത്തും എന്തേ ചെയ്യുള്ളൂ, ഈക്വൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ഇത് പറയുന്ന ലോ ആണ് പാസ്കൽസ് ലോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു ഫ്ലൂയിഡിന്റെ അകത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എപ്പോഴും എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഈക്വൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. എയർ ഒരു ഫ്ലൂയിഡ് അല്ലേ, അങ്ങനെയാണെങ്കിൽ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ ഭാഗത്തും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇറ്റ് ആക്ട്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ഇറ്റ് ആക്ട്സ് ഈക്വലി ഇൻ എന്താണ്, ഓൾ ഡയറക്ഷൻ ആണ്. അത് ആലോചിച്ച് നോക്കണം കേട്ടോ, പഠിച്ചു നോക്കണേ, മനസ്സിലാക്കി വെക്കാം. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. റീസൺ ഫോർ ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ബബിൾ ഗോയിങ് അപ്പ് ത്രൂ വാട്ടർ. ത്രൂ വാട്ടർ അല്ലെ? ഇപ്പൊ വാട്ടറിലൂടെ ഒരു ബബിൾ എന്ത് ചെയ്യണം, താഴ്ന്ന് മുകളിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ സൈസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ? താഴെ ഒരു ചെറിയ കുമിളയായിരിക്കും അല്ലെ, മുകളിലേക്ക് പോകുന്ന സൈസ് ഇങ്ങനെ കൂടി വരും. എന്താണ് അതിന്റെ റീസൺ? യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ബോയിൽസ് ലോ വെച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബോയിൽസ് ലോ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ? എന്താ ബോയിൽസ് ലോ? അല്ല, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഈ പ്രഷറും വോളിയം എന്ത് പ്രൊപ്പോർഷണൽ ആണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷറും വോളിയം എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? എന്ന് വെച്ചാൽ പ്രഷർ കൂടുതലുള്ള ഭാഗത്ത് വോളിയം കുറവായിരിക്കും, അല്ലെങ്കിൽ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുകയും ചെയ്യും. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അല്ലെ, വെള്ളം എടുത്ത് വെച്ചോ, ഇത്ര ലെവൽ എന്തുണ്ട്, നമ്മളുടെ വെള്ളം അവിടെ ഉണ്ട് വെച്ചോ. ഓക്കെ, അപ്പൊ എവിടെയാ പ്രഷർ കൂടുതൽ? ഈ പോയിന്റിലാണോ ഈ പോയിന്റിൽ? ഞാൻ 2 പോയിന്റ് എടുക്കുകയാണ്, എ ഉണ്ട് ബി ഉണ്ട്. എവിടെയാ പ്രഷർ കൂടുതലുണ്ടാവും? അഫ്കോഴ്സ് താഴെ ആയിരിക്കും അല്ലെ? താഴേക്ക് പോകുന്ന വെച്ചാൽ എന്ത് ചെയ്യും, പ്രഷർ കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുന്ന വെച്ചാൽ എന്തായിരിക്കും, പ്രഷർ കുറഞ്ഞു വരും. റെഡി അല്ലേ? അപ്പൊ പ്രഷർ കൂടിയ ഭാഗത്ത് വോളിയം എന്തായിരിക്കും, ഇൻവേഴ്സ്ലി. അപ്പൊ വോളിയം കുറവായിരിക്കും. അപ്പൊ താഴെ എന്താണ്, ആ ബബിളിന്റെ വോളിയം കുറവായിരിക്കും. സോറി, ആ ബബിളിന്റെ വോളിയം കുറവായിരിക്കും. പക്ഷെ ആ ബബിൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ വോളിയം കൂടി വരും. കാരണം എന്താണ്, മുകളിൽ പ്രഷർ കുറവാ, സോ വോളിയം എന്ത് ചെയ്യും, കൂടും. റെഡി അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ റീസൺ. എന്താണ്? ബോയിൽസ് ലോ ആണ്. പ്രഷറും വോളിയം എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതെന്ത് ചെയ്യാം, ആലോചിച്ച് നോക്കാം. റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ഇൻ പ്രഷർ ആണല്ലേ? പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ കാരണമായിട്ടാണ് അത് സംഭവിക്കുന്നത് അല്ലെ? പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. റെഡി ആണല്ലോ? റിഡക്ഷൻ ഇൻ പ്രഷർ അല്ലെ? പ്രഷർ കുറയുന്നത് കൊണ്ടാണ്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് പ്ലാനറ്റ് വാസ് സ്റ്റഡിഡ് യൂസിങ് മംഗൾയാൻ? എല്ലാവർക്കും അറിയണ്ട അല്ലെ? മംഗൾയാൻ യൂസ് ചെയ്തിട്ട് ഏത് പ്ലാനറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തത്? അഫ്കോഴ്സ് അതെന്താണ്, മാർസ് തന്നെയാണ്. മാർസ്. ഓക്കെ, മറന്നു പോകണ്ട. മംഗൾയാൻ എന്ത്, അല്ലെങ്കിൽ മംഗൾയാൻ യൂസ് ചെയ്ത് ഏത് പ്ലാനറ്റ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ളത്? മാർസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ സോളിഡ് ക്യൂബ് ഓഫ് സൈഡ് 10 centimeter is cut into cubes of side 5 centimeter. What will be the increase in the total surface area? നിങ്ങൾക്കറിയാം, ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയുള്ള ക്യൂബ് ഉണ്ടാവും അല്ലെ? ഇതേപോലെ ഒരു ക്യൂബ് ഉണ്ട്. ഞാനൊരു ക്യൂബ് എടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ, സർഫസ് ഏരിയ എന്ന് സർഫസിന്റെ ഏരിയ അല്ലേ, മൊത്തം ഏരിയ അല്ലേ? ഓരോ സർഫസും സ്ക്വയറുകളല്ലേ? അപ്പൊ ഓരോ സ്ക്വയറിന്റെയും ഏരിയ എന്താണ്? എ സ്ക്വയർ ആണ്. അത്തരത്തിൽ എത്ര സൈഡുകൾ ഉണ്ട്? 1 2, ബാക്കിൽ 3, സൈഡിൽ 4 5 6, 6 സൈഡുകൾ ഉണ്ട്. സോ 6 into a square. എല്ലാവർക്കും അറിയണ്ട ഇക്വേഷൻ, എല്ലാവർക്കും എന്ത് ചെയ്യണ്ടാവും, അറിയുന്നുണ്ടാവും അല്ലെ? 6a² ആണ്. അപ്പൊ നമ്മൾ ഇത് വിഷയമാണ് കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ ചോദിച്ചത് എന്താ? വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ സർഫസ് ഏരിയ? എപ്പോ നമ്മൾ ഈ ക്യൂബിനെ എന്താക്കുകയാണ്? ഇപ്പൊ ടോട്ടൽ സൈഡ് എത്രയാണ്? 10 സെന്റിമീറ്റർ അല്ലേ? ഈ 10 സെന്റിമീറ്ററിലെ ടോട്ടൽ സൈഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി കുറെ ക്യൂബുകളായിട്ട് കഷ്ണം മുറിക്കാൻ പോവുക. എത്രയാണ് ഒരു സൈഡ് വരിക? 5 സെന്റിമീറ്റർ. അങ്ങനെ 5 സെന്റിമീറ്റർ ആയിട്ട് കഷ്ണം മുറിക്കുന്ന സമയത്ത് നമ്മൾ നേരെ പകുതി ഇങ്ങനെ കഷ്ണം മുറിക്കണ്ടേ അല്ലെ? അപ്പൊ അത് ഇങ്ങനെയായിട്ട് മാറുന്നുണ്ടാവും അല്ലെ? എല്ലാ ഭാഗവും എന്തുണ്ടാവും? ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടാവും. റെഡി ആണല്ലോ? വരയ്ക്കാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിട്ട് കഷ്ണം മുറിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഇതിന്റെ മൊത്തം സർഫസ് ഏരിയ എത്ര വരിക? ഇനീഷ്യൽ സർഫസ് ഏരിയ എത്ര വരിക അല്ലെ? ഇനീഷ്യൽ ആദ്യമുള്ള ഏരിയ എത്രയാണ് വരിക? മൊത്തം 6a² അല്ലേ? സോ 6 into എന്ത് പറയാം നമുക്ക്? a². a എത്രയാ? 10 അല്ലേ? സോ 10 സ്ക്വയർ. 10 സ്ക്വയർ എത്രയാ? 100 അല്ലേ? സോ 600 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇനീഷ്യൽ ഉള്ള ഏരിയ വരിക അല്ലെ? ഇനി ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഫൈനലി അല്ലെ, അവസാനമുള്ള ഏരിയ എത്ര വരിക? ഇങ്ങനെ ഓരോ ആൾക്കാർ എടുക്കുക. അങ്ങനെ കഷ്ണം മുറിച്ച് വെച്ചല്ലോ. അങ്ങനെ ഒരാൾക്ക് എത്ര സൈഡ് ഉണ്ടാവും? 5 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞു അല്ലെ? എത്ര സെന്റിമീറ്റർ ഉള്ളത്? ഒരാൾക്ക് ഇപ്പോ 5 സെന്റിമീറ്റർ ആണ് സൈഡിൽ. അപ്പൊ അയാളുടെ മാത്രം നമുക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 6 into a² അല്ലേ? a² എത്രയാ? 5 സ്ക്വയർ ആണ്.
5 സ്ക്വയർ എത്രയാ 25 അല്ലേ, അത് അവിടെ നിൽക്കട്ടെ. ഇതേപോലത്തെ എത്ര കഷ്ണങ്ങളാക്കി നമ്മൾ ആ മൊത്തം ക്യൂബിനെ മുറിക്കുന്നുണ്ട്, ഇതേപോലെ മുറിച്ച് എത്ര ക്യൂബ് ഉണ്ടാവും, 1 2 3 4 5 6 7, താഴെ അപ്പുറത്തൊരാളുണ്ടാവും അല്ലെ 8 ഉണ്ടാവും അല്ലെ, 8 എണ്ണം ഉണ്ടാവും. അപ്പൊ 8 എണ്ണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8 into 6 into 5 സ്ക്വയർ അല്ലെ, അപ്പൊ എന്ത് വരും, 8 into 6 into 5 സ്ക്വയർ എത്രയാണ്, 25 ആണ്. റെഡി അല്ലേ? അപ്പൊ 6 into 25 എത്രയാണ്, 150 ആണ്. സോ 150 into 8 എത്രയാണ്, 150 into 8 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക, എത്രയാ 150 into 8 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക, യെസ് 1200 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈനൽ ഏരിയ. നമ്മൾ ചോദിച്ചത് എന്താ, എത്ര ഇൻക്രീസ് ചെയ്തു, ഇനീഷ്യൽ എത്രയാ 600 സെന്റിമീറ്റർ സ്ക്വയർ, പിന്നെ എന്തായിട്ട് മാറി 1200 ആയിട്ട് മാറി. അപ്പൊ എത്ര ചേഞ്ച് വന്നു അല്ലെ, സോ ചേഞ്ച്, എത്ര ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക, ഫൈനൽ ഏരിയ മൈനസ് നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യൽ ഏരിയ എന്ന് വെച്ചാൽ 1200 മൈനസ് 600 എത്ര വരും, 600 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആൻസർ മാർക്ക് ചെയ്യാലോ, 600 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ. കിട്ടിയില്ലേ, സാധനം കത്തിയില്ലേ, അത് മതി. സെറ്റ് ആണ്, കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്കെ, റിസൾട്ട് ക്ലിയർ ആണ്. റെഡി അല്ലേ? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്, പഠിച്ചു വെച്ചോളൂ മക്കളെ, ബാരോമീറ്റർ ആട്ടോ. മെർക്കുറിക് ബാരോമീറ്റർ എന്നൊക്കെ നമ്മൾ പറയും. ബാരോമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ബാരോമീറ്റർ. ഓക്കെ, ബാരോമീറ്റർ. അപ്പൊ എന്തായി തെർമോമീറ്റർ, നമുക്കറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ അല്ലെ, ബോഡി ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാൻ അല്ലെ, നമുക്കറിയാം എന്താണ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. അത് ടെമ്പറേച്ചറുടെ ഷോർട്ട് ആക്കി ഇതാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാണ്. ഇതെന്തിനാണ്, കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഇത് അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ ലാക്ടോമീറ്റർ എന്താ അറിയോ, നമ്മുടെ മിൽക്കിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്, മിൽക്കിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ അകത്തുള്ളത്. ഓക്കെ, ബാരോമീറ്റർ എന്തിനാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്രഷർ ഡിറ്റർമൈൻ ചെയ്യുക അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ SI യൂണിറ്റ് അല്ലെ, നമുക്കറിയാം SI യൂണിറ്റ് അല്ലെ, SI സിസ്റ്റം എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. SI യൂണിറ്റ്സ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ആരൊക്കെയാണ് നമുക്കുള്ളത്, അത് ആരൊക്കെയുള്ളത്, നമ്മളെ മാസ് ഉണ്ട്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട് അല്ലെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ, ലൂമിനസ് ഇന്റൻസിറ്റി ഷോർട്ട് ആക്കിയിട്ട് എഴുതി. അപ്പൊ അങ്ങനെ 1 2 3 അല്ലെ, 1 2 3 4 5 6 7 7 അല്ലെ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന് ഫണ്ടമെന്റൽ യൂണിറ്റ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മോട് ചോദിച്ചത് എന്താണ്, ഏതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെന്ന് ചോദിച്ചാൽ, അപ്പൊ ഓരോരുത്തരും യൂണിറ്റ് നോക്കാം. നമുക്ക് മാസ് യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. ലെങ്ത് എത്രയാണ്, മീറ്റർ ആണ്. ടൈം എന്താണ്, സെക്കൻഡ് ആണ്. ടെമ്പറേച്ചർ എന്താണ്, കെൽവിൻ ആണ്. ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. അതേപോലെ ലുമിനസ് ഇന്റൻസിറ്റി കാൻഡില ആണ് അല്ലെ. ഇത്രയാണ് നമ്മളുടെ എന്തുള്ളത്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, ആംബിയർ ഇത് അവിടെ ഉണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. മോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. കെൽവിൻ അതും എന്താണ്, ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. മൈൽ, എന്താ ഈ മൈൽ എന്ന് പറഞ്ഞാൽ എന്താ, മൈൽ എന്ന് പറഞ്ഞ എന്തല്ല, ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ല. ഇതെന്താണ്, ലാർജർ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. ലാർജർ യൂണിറ്റ് ഓഫ് ലെങ്ത്, ലാർജർ യൂണിറ്റ് ഓഫ് ലെങ്ത്, ലെങ്ത്തിന്റെ ഹയർ യൂണിറ്റ് ആണ് നമ്മളുടെ മൈൽ എന്ന് പറയുന്നത്. ഓക്കെ, കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ 1 മൈൽ 2 മൈൽ ദൂരം എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലെങ്ത്തിന്റെ ലാർജർ യൂണിറ്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു PYQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ ഇതേപോലെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചിലപ്പോൾ എല്ലാവർക്കും